സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയിട്ടും പ്രതിസന്ധി ഒഴിയാതെ സപ്ലൈകോ. അവശ്യ സാധനങ്ങൾക്കായി ക്ഷണിച്ച ടെൻഡറിൽ വിതരണക്കാർ പങ്കെടുക്കുമോ എന്നതാണ് ആശങ്ക. കുടിശ്ശിക തീർക്കാതെ സഹകരിക്കില്ല എന്നറിയിച്ച് നേരത്തെ വിതരണക്കാർ ടെൻഡർ ബഹിഷ്കരിച്ചിരുന്നു. വിതരണക്കാരെ അനുനയിപ്പിക്കുന്നതിനൊപ്പം ധനവകുപ്പിൽ നിന്ന് പണം ലഭ്യമാക്കാനുള്ള നടപടികളും ഭക്ഷ്യവകുപ്പ് തുടങ്ങി. സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടിയതോടെ സപ്ലൈകോയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്ന് കരുതിയാൽ തെറ്റി. സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വില കൂട്ടിയതുകൊണ്ട് മാത്രം കഴിയില്ല എന്നാണ് ഭക്ഷ്യവകുപ്പ് ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ വില കൂട്ടിയതുകൊണ്ട് മാത്രം ഈ ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകൾ നിറയുകയില്ല. സബ്സിഡിയിൽ നൽകുന്ന 13 ഇനം സാധനങ്ങൾക്ക് ടെൻഡർ ക്ഷണിച്ച് സപ്ലൈകോ ഇന്ന് പരസ്യം നൽകും. കഴിഞ്ഞ ടെൻഡറുകളിൽ പങ്കെടുക്കാത്ത വിതരണക്കാർ ഇത്തവണ കൈ കൊടുക്കുമോ എന്ന കാര്യത്തിൽ സപ്ലൈകോയ്ക്ക് ആശങ്കയുണ്ട്. വിതരണക്കാർക്ക് ഇതുവരെ 792 കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത്. ഇതിൽ ഒരു ഭാഗമെങ്കിലും നൽകി വിതരണക്കാരെ അനുനയിപ്പിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. ഇതിനായി ഉത്തരവിറക്കിയിട്ടും കൈമാറാത്ത 85 കോടി രൂപ ഉടൻ നൽകണമെന്ന് ഭക്ഷ്യവകുപ്പ് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടു. വില കൂട്ടിയിട്ടും സാധനങ്ങൾ ഇല്ലാതിരുന്നാൽ സർക്കാരിനെതിരെ വിമർശനം ശക്തമാകും. ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും അവശ്യ സാധനങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സപ്ലൈകോയും സർക്കാരും. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.